നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈവ് വോയിസ് ചെയ്തതാണ്. പിന്നെ ഞാൻ കരുതി അങ്ങ് വോയിസ് ഓവർ ചെയ്തേക്കാണ്. കാരണം ഞങ്ങളിപ്പോൾ ലുലു മോളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസും അനൗൺസ്മെൻറ്റും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് എൻ്റെ വോയിസ് എനിക്കെന്തോ കൊള്ളില്ലാത്ത അത് കുറച്ച് കേൾക്കും പോലെ തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതിയിട്ട് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് വേദയ്ക്ക് സ്റ്റഡി ലീവാണ്. സ്റ്റഡി ലീവായിട്ട് പഠിക്കാതെ കറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചാൽ നാളെ വേദയ്ക്ക് ഹിന്ദി സബ്ജക്റ്റാണ് എക്സാം. അപ്പോൾ ഹിന്ദി വേദയ്ക്ക് കുറച്ച് ഈസി സബ്ജക്റ്റ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇന്നലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നോട്ട്സ് മാത്രമേ കുറച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേദയും കൊണ്ട് പോകാൻ നേരി ജസ്റ്റ് ഒന്ന് ലുലു മോളൊക്കെ കറങ്ങിയിട്ട് വരാൻ നേരി. എന്തിനാണ് ലുലു മോളിൽ പോകണമെന്ന് ചോദിച്ചാൽ ഒരു ആവശ്യവും പ്രത്യേകിച്ചില്ല. അവിടെ ചെന്ന് കുറേ ബാഗും ജാക്കറ്റും ഷൂസും അതും ഇതൊക്കെ നോക്കിയെന്നല്ലാണ്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് പോയിട്ട് തിരിച്ചിങ്ങി വന്നു, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലുലു മോൾ ആക്ച്വലി പോയത്. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ആട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, എനിക്ക് പേരാരാന്ന് ഓർമ്മയില്ല, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് പ്രഗ്നൻസി സ്റ്റോറി പറയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറയാത്തത്. കാരണം വേറെ അതിൽ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മളൊരുപാട് ഒരു കുഞ്ഞിന് വേണ്ടി നോക്കിയിരിക്കുകയോ അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു. അടുത്ത മാസം തന്നെ ഞാൻ ക്യാരിയിങ് ആയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രഗ്നൻസി സ്റ്റോറി ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇന്ന് എന്തായാലും കരുതി ഉള്ള കഥ അങ്ങ് പറഞ്ഞേക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് 2012 നവംബർ 21 നമ്മുടെ കല്യാണം എന്ന് പറയുന്നത്. അറിയാമല്ലോ, ആകെ കൂടി ഒരു തരം കല്യാണമായിരുന്നു. ഭയങ്കര ഗംഭീര കല്യാണമോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അന്നത്തെ ബുദ്ധിമോശത്തിൽ ചില കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പക്ഷേ അത് ഏട്ടൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും സപ്പോർട്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലാണ് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വിഷമമെല്ലാം ഇപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. എന്തുകൊണ്ടും ഏട്ടൻ നല്ലൊരു ഹസ്ബൻഡായിട്ട് എന്നോടൊപ്പം എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് അതിലവർക്ക് ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴില്ല. ഇന്ന് ചെറിയ ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഏതൊരു ഫാമിലിക്കും അവരുടെ മകളിങ്ങനെ ഒരാളോടൊപ്പം ഇറങ്ങി പോവാന്നൊക്കെ പറയുന്നത് ആർക്കായാലും, ഇപ്പോൾ എനിക്ക് എൻ്റെ വേദം അങ്ങനെ പോയാലും ഉറപ്പായിട്ടും വിഷമം തോന്നുന്ന കാര്യം തന്നെയാണ്. അതൊരു ചെറിയൊരു വിഷമമല്ല, വലിയൊരു നമ്മുടെ മാനസികമായി തകർക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അന്നത്തെ പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയില്ല, അന്നിറങ്ങിപ്പോയി. എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതി ഞാനങ്ങനെ പോയി. പക്ഷേ അതിൽ ദൈവാനുഗ്രഹം കൊണ്ട് വേറെ ഞാൻ ചൂസ് ചെയ്തത് തെറ്റായിരുന്നു എന്ന് എനിക്കും ഇന്ന് വരെ തോന്നിയിട്ടില്ല, എൻ്റെ വീട്ടുകാർക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നു. ഓക്കെ, പറയാൻ വന്നത് പ്രഗ്നൻസി സ്റ്റോറിയാണ്. ഓക്കെ, അങ്ങനെ നവംബർ 21 കല്യാണം കഴിയുന്നു. നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ ക്യാരിയിങ് ആണെന്ന് അറിയുന്നു. നെക്സ്റ്റ് മന്ത് ഒരു ഡൗട്ട് തോന്നിയപ്പോൾ ഞാനിങ്ങനെ പ്രഗ്നൻസി കിറ്റെല്ലാം വാങ്ങി ചെക്ക് ചെയ്തപ്പോൾ അതിൽ പോസിറ്റീവ് കാണിച്ചു. അപ്പോൾ തന്നെ നമ്മൾ കോസ്മയിലുള്ള ഡോക്ടർ കാണുകയാണ്. കോസ്മയിലെ ഡോക്ടറെ തന്നെ കാണാനുള്ള കാരണം എവിടെ പോകണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ദീപചേച്ചിയുടെ ഹസ്ബൻഡ് പ്രകാശേട്ടൻ്റെ അടുത്ത ബന്ധു, ആ ചേട്ടൻ്റെ പേരും പ്രകാശ് എന്നാട്ടോ. പ്രകാശ് നമ്മുടെ ദീപചേച്ചിയുടെ വീടിൻ്റെ അടുക്കാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ കോസ്മയിലെ ഒരു ഹെഡായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് കോസ്മോ. അപ്പോൾ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും നമുക്കൊരു ഹെൽപ്പിന് അവിടെ ഒരു ആളുണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വന്നാലും ഇപ്പോൾ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഓക്കെ നമുക്ക് എടുക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കോസ്മോയിൽ പോകുന്നത്. കോസ്മോയിൽ ദേവിക റാണി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് ആദ്യമേ കണ്ടു. എനിക്ക് വലിയ രീതിയിൽ ഓർമ്മയില്ല. അന്ന് ബ്ലഡ് ടെസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ അതിലെല്ലാം പോസിറ്റീവ് കാണിച്ചു. സ്കാൻ എഴുതി തന്നു. അപ്പോഴാണ് അവിടെ ആ ഒരു സെക്ഷനിൽ എൻ്റെ അനിയത്തിയുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മ, ബജീമ എന്നാണ് പേര്, ചേച്ചി അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം ആ ഒരു സെക്ഷനിൽ. ഇപ്പോൾ നമ്മൾ ടോക്കണൊക്കെ വിളിക്കുന്ന ഒരാളവിടെ ഉണ്ടാവില്ലേ, അങ്ങനെ ആ ഒരു ഇതിൽ വർക്ക് ചെയ്യുകയാണ് ചേച്ചി. അപ്പോൾ ഞാൻ ഈ പ്രകാശ് എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് ആദ്യമൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഭയങ്കര തിരക്കുള്ള ഒരാളാട്ടോ, അവിടുത്തെ മെയിൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇത്രയും തിരക്കുള്ളപ്പോൾ നമുക്ക് ഇതുകൂടെ ചെയ്യാൻ പറയുന്ന കാര്യം, പുള്ളി അപ്പോയിൻമെൻ്റൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം കയറി ഡോക്ടറെ കാണാൻ ചെന്ന് ഒരുപാട് സമയം ഇരിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ബജീമ ചേച്ചി പരിചയപ്പെടുന്നത്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞ അനിയത്തിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് ചേച്ചിയുടെ മകൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ട് ചേച്ചി പിന്നെ അടുത്ത പ്രാവശ്യം മുതൽ പോയപ്പോൾ ചേച്ചി രാവിലെ ഞാൻ വിളിച്ച് പറയുമ്പോൾ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം പോവും, ആദ്യം ഡോക്ടറെ കാണും. പിന്നെ സ്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടി നേരത്തെ പോയി സ്കാനെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കണ്ടിട്ടൊക്കെ വരാൻ പറ്റും. അങ്ങനെയാണ് കോസ്മയിൽ ഇതാക്കുന്നതും.
അങ്ങനെ ഓരോ മാസം ചെക്കപ്പ് കാര്യങ്ങൾ. ഫസ്റ്റ് മന്ത് ഡോക്ടറെ കണ്ടിട്ട് വന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ വോമിറ്റിംഗ് തുടങ്ങിയത്. ലേബർ റൂമിൽ കയറിയിട്ടും ഞാൻ വോമിറ്റ് ചെയ്തു. അങ്ങനത്തെ വോമിറ്റിംഗ് ആയിരുന്നു. ഒറ്റ സാധനം എനിക്ക് അകത്തേക്ക് പോയിട്ടില്ല കേട്ടോ, കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ആണെങ്കിൽ കുറച്ച് നേരമെങ്കിലും വയറ്റിൽ കിടക്കാം, അല്ലെങ്കിൽ എന്ത് വെള്ളം കുടിച്ചാലും ആ സെക്കൻഡിൽ ഞാൻ വോമിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇങ്ങനൊരു വോമിറ്റിങ് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചാൽ അവസാനം തൊണ്ടെല്ലാം പൊട്ടി ബ്ലഡെല്ലാം വന്നു തുടങ്ങി. ഡോക്ടർ തന്നെ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റൊക്കെ തന്നിട്ട് അതിലൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ പറഞ്ഞു, ഇനി ഇതിൽ കൂടുതലൊന്നും തരാൻ ഇല്ല ടാബ്ലറ്റ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വോമിറ്റിംഗ് ആയിട്ട് എന്നെ അങ്ങനെ പൊക്കോണ്ടിരുന്നു കേട്ടോ. ഈ ഒരു 10 മാസം ഞാൻ വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഒരു വക ഭക്ഷണവും കഴിക്കും, വൊമിറ്റ് ചെയ്യും, ദേഹം എല്ലാം തളർന്ന്. കാരണം കഴിച്ച സാധനം എല്ലാം പുറത്തേക്ക് പോകണം. പിന്നെ എൻ്റെ ബോഡിയിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫുൾ ടയേർഡാവും. വീണ്ടും ആ ഛർദ്ദിക്കുന്നതിൻ്റെ പുറകെ വീണ്ടും ബേബി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് വേണ്ടെങ്കിലും ഞാൻ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും അന്ന് കളിക്കാട് അമ്മ അച്ഛനൊക്കെ നമ്മുടെ കൂടെയാണ്, ഏട്ടനും ഒക്കെ. എല്ലാ സാധനങ്ങളും എന്ത് വേണമെന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ കൊണ്ടുതരും. എനിക്ക് പക്ഷെ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയം ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. ഞാൻ ഈ ഗുരുവായൂരപ്പൻ സീരിയൽ ചെയ്ത അതിൻ്റെ ഫസ്റ്റ് എനിക്കൊരു ബ്രേക്ക് തന്ന പ്രോജക്റ്റാണ് ശ്രീ ഗുരുവായൂരപ്പൻ സീരിയൽ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഗുരുവായൂരപ്പൻ ഭക്തയായിട്ട് പ്യോർ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. മീൻ, മുട്ട, ഇറച്ചി അന്ന് ആ സെക്കൻഡ് വരെയും വേറെ പ്രഗ്നൻ്റ് ആവുന്നത് വരെയും ഞാൻ കഴിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്രേവിങ്സ് ഒക്കെ വന്നു തുടങ്ങി. മീൻ, മുട്ട, ഇറച്ചിയൊക്കെ കഴിക്കാനൊരു കൊതി. പിന്നെ ഹെൽത്തി ബേബിക്ക് വേണ്ടിയിട്ട് ഫിഷൊക്കെ അധികം കഴിക്കണമെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും കഴിച്ചേക്കാമെന്ന് കരുതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 49 kg ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, എനിക്ക് ആലോചിക്കുമ്പം തന്നെ ഞാൻ എങ്ങനെ ഇരുന്നോ, ഞാനിപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നിങ്ങനെ കേട്ടോ. നല്ല മെലിഞ്ഞൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ 2 സീരിയൽ ചെയ്യായിരുന്നു. ഒന്ന് വൃന്ദാവനവും ഒന്ന് 1000 എന്ന് പറഞ്ഞിട്ട് മഴവിൽ മനോരമയിൽ. വൃന്ദാവനം ഏഷ്യാനെറ്റിലായിരുന്നു. കരിയറിങ് ആണെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എല്ലാ 2 സെറ്റിലും വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഇനി വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് ഒന്നാമത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അന്നത്തെ ആ ഒരു ഇതിൽ പിന്നീട് ഇനി സീരിയലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരിതൊക്കെ വന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ 2 ടീം, 2ലും മെയിൻ ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2ലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി എന്നുള്ളത് സത്യം കേട്ടോ. ഒരു ഹീറോയിൻ പെട്ടെന്ന് മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. 2 സീരിയലിലും എന്നെ കൊല്ലുന്നതായിട്ട് കാണിച്ച് അങ്ങനെയാണ് ആ സീരിയലിന് 2നും ഞാൻ മാറുന്നത്. അപ്പോൾ തന്നെ ആ ഒരു മന്തിൽ തന്നെ ഞാൻ അത് 2ഉം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നെ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് തോന്നിയപ്പോൾ വീണ്ടും വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ മാസങ്ങളും കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 6 മാസമൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മയും ചീമയൊക്കെ കാണാനായിട്ട് വന്നു. അങ്ങനെ പിന്നെ കുറേശ്ശെ ആ അച്ഛനും അമ്മയും ചീമയും വേറെ വന്ന ശേഷം എല്ലാവരുമായിട്ടൊക്കെ ജോയിൻ ചെയ്തു. അങ്ങനെയാണ്. എന്നിട്ട് ഒരു 9.5 months ആയപ്പോഴേക്കും എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ പ്രഗ്നൻസിയുടെ കഥകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ. ഹോസ്പിറ്റലിൽ പോണ കാര്യവും അവിടെ കൊണ്ടുപോകണ കാര്യവും തുണികൾ കൊണ്ടുപോകണ കാര്യവും കുട്ടിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് രാവിലെ ഇങ്ങനെ അമ്മയൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കെന്തോ ഭയങ്കര ടെൻഷനായിട്ടോ. ടെൻഷനായി ഈവനിങ് ആയപ്പോൾ ആ ടെൻഷൻ കയറിയിട്ട് എനിക്കൊന്ന് വയ്യായിക പോലെ വന്നു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോകും. വയ്യായിക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒരു ബോഡിയൊക്കെ വല്ലാതെ പോലൊരു ഫീൽ. വേറെ പെയിനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല ടൈമൊന്നും ആയിട്ടില്ല, ഇനിയിപ്പോൾ വന്നതല്ലേ എന്തായാലും തിരിച്ചു പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ആദ്യം പെയിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നു. എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ള കേട്ടോ. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഈ കരിയറിങ് ആയ ശേഷം ഞാൻ ഒരു ജോലിയും രാവിലെ എഴുന്നേറ്റ് വരുന്നതിന് 8 മണിയൊക്കെ ആവും. 8 മണിയായിട്ട് ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വെയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെൻറ്റിന് താമസിക്കായിരുന്നു തിരുമല അണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ആ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. ആ കിണറിൻ്റെ സൈഡിൽ വന്നിങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വയറ് മാത്രമായിട്ട് ഇങ്ങനെ വെയിൽ കാണിക്കുമായിരുന്നു കേട്ടോ. കുറേ സമയം ഇരുന്ന് വെയിലെല്ലാം കാണിച്ചിട്ട് അകത്ത് പോയി കിടക്കും, ഛർദ്ദിക്കും. എനിക്കൊന്നിനും വയ്യ, നിൽക്കാനോ ഇരിക്കാനോ ഒന്നിനും വയ്യ, ഫുൾ. അപ്പോൾ കളിക്കാട് അമ്മയൊക്കെ തന്നെയാണ് വീട്ടിലെ കംപ്ലീറ്റ് ജോലി. ഞാൻ ഇരുന്നിട്ടല്ല വേറെ ഒരു ജോലിയും ചെയ്തിട്ടില്ല, ഇരിക്കുക മാത്രമായിരുന്നു എൻ്റെ ജോലി.
പിന്നെ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് നടക്കാൻ ആ ഒരു ഷണ്ണൂർ ആ ഒരു റെസിഡൻസിനകത്തൂടെ ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്ന് വരും. അത്ര തന്നെ ഞാൻ ചെയ്തൊരു എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ട്രിപ്പ് ലാസ്റ്റ് ഡേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരൊരു ഇഞ്ചെക്ഷൻ തന്നു, ഇഞ്ചെക്ഷൻ പെയിൻ വരാനുള്ള. അതിട്ടിട്ട് താഴെ ലേബർ റൂം 3rd ഫ്ലോറിൽ എന്തോ, ഫസ്റ്റ് ഫ്ലോർ 2nd ഫ്ലോറിൽ എന്തോ ആണ് റൂം, 3rd ഫ്ലോറിലോ 4th ഫ്ലോറിലോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും 3 നിലയുടെ വ്യത്യാസം രണ്ടും തമ്മിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെ സ്റ്റെപ്പ് തന്നെ കയറി ഇറങ്ങി 2-3 പ്രാവശ്യം. ലേബർ റൂമിന് എന്തിനാണ് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ലേബർ റൂം വരെ പോവും, പിന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ വരെ 2-3 പ്രാവശ്യം സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെയിൻ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പെയിന് ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ, 9 അല്ല കേട്ടോ, 9:15 എന്തോണ് വേദ ജനിക്കുന്നത്, 9:10 വേദ ജനിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ പ്രസവ വേദന എന്ന് പറയുന്നത് എത്രയോ ബോൺസ് ഒടിഞ്ഞു പോകുന്നതിൻ്റെ അത്രയും അതിനെക്കാട്ടി ഫീൽ എന്നൊക്കെയാണ് പറയുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. പക്ഷേ എനിക്ക് ആ പെയിന് ജസ്റ്റ് ആ ഒരു 1 hour മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 1 മണിക്കൂർ നേരം ചിലരൊക്കെ, എനിക്ക് മുന്നേ കയറിയവരൊക്കെ ലേബർ റൂമിൽ കിടന്ന് വിളിച്ച് കരങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു 1 മണിക്കൂർ നേരത്തെ കേസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ 1 മണിക്കൂർ നേരം വേദനിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്ത് വേദന, ഇത് എവിടെ നിന്ന് വരുന്ന വേദന. സകലമാന ദൈവങ്ങളെയും വിളിച്ച്, എനിക്കറിയില്ല ആരെയൊക്കെ വിളിച്ചു എന്തൊക്കെ വിളിച്ചു എന്നുള്ളത്. ഞാൻ കയറിയപ്പോൾ അടുത്തുള്ള ലേബർ റൂമിലുള്ളവരെല്ലാം കിടന്ന് ഇങ്ങനെ പെയിനായിട്ട് വിളിക്കുകയാണ്. അപ്പം ഞാൻ ഇതെന്തിന് ഇത്രയും ബഹളത്തിന് കിടന്ന് വിളിക്കണം. ആദ്യമൊക്കെ ഞാൻ പതിയെ അടക്കി, നമ്മൾ ഒരു പെയിനൊക്കെ വന്നാൽ പുറത്ത് കാണിച്ചാലും ശബ്ദമൊന്നും വരാണ്ടാകൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ ഞാനും ചെയ്തു. പിന്നെ അത് കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ. നമ്മൾ അറിയാതെ വിളിച്ച് പോകും കേട്ടോ. 1 മണിക്കൂർ നേരം അങ്ങനെ കിടന്ന് വിളിച്ച് അവസാനം ഡെലിവറി വേദയുടെ സമയമായി. വേദ 2013 സെപ്റ്റംബർ 23 ഒരു തിങ്കളാഴ്ച ദിവസമാണ്. 9:10 10:10 സമയം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത് ഞാൻ എവിടെയോ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ തിങ്കളാഴ്ചയാണ് 2013 സെപ്റ്റംബർ 23 ഭരണി നക്ഷത്രത്തിൽ വേദ ജനിക്കുന്നത് കേട്ടോ. ആ വേദ ജനിച്ച് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിങ്ങി വന്ന ശേഷം നോർമൽ ഡെലിവറി ആയിരുന്നു, സിസേറിയനൊന്നും അല്ലായിരുന്നു, നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. ബേബി പുറത്ത് വന്ന ശേഷം കിട്ടിയ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അയ്യോ എന്തൊരു സമാധാനം, എന്ത് സുഖം, ആ അനുഭവിച്ച വേദനയൊക്കെ അവിടെ ഡിമ്മെന്ന് പറഞ്ഞ് അങ്ങ് തീർന്നു കേട്ടോ. അങ്ങനെ ബേബിയെ കാണിച്ചു, ഗേളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട്, കാരണം ഓൾറെഡി നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഗേളായിരുന്നു എങ്കിൽ എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ബോയ് ആയാലും ഒക്കെ കേട്ടോ, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ ഗേളായിരുന്നു എങ്കിൽ വേദ എന്നുള്ളൊരു പേരൊക്കെ നേരത്തെ തീരുമാനിച്ചു. ബോയ്ക്ക് അങ്ങനെ ഒരു പേരോ ഒന്നും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല. വേദ അങ്ങ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏട്ടന് പണ്ടപ്പോഴോ എവിടെയോ വാക്കിന് പോയപ്പോൾ ആ ഒരു ബ്രാഹ്മൺ ഫാമിലി, അവിടുത്തെ കുട്ടിയുടെ പേര് വേദ എന്നായിരുന്നു. അപ്പോൾ ആ വേദ ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഗേളാണ് ബേബി എങ്കിൽ വേദ എന്ന് പേരിടാം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദ ഗേൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരു സംശയമില്ലാണ്ട് വേദ എന്ന് തന്നെ അപ്പോൾ തന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരെഴുതി കൊടുക്കണമല്ലോ. അപ്പോൾ വേദ M. നായർ എന്നാണ് പേരിട്ടിരുന്നത് കേട്ടോ. അതൊക്കെ ദീപ ചേച്ചി എല്ലാവരും കൂടി ചേർന്നിട്ടാണ് M. നായർ എന്ന് പേര് വെച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ M. നായർ ഇഷ്ടപ്പെട്ടില്ല. വേദ, എനിക്ക് ഈ ജാതി പേരിനോട് വലിച്ചഴയ്ക്കുന്നതിൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. ചിലർ അതിനൊക്കെ ഒരു സീരിയസ്നെസ് കൊടുക്കുന്നവരുണ്ട്. ദീപ ചേച്ചിയുടെ പേര് ദീപ K. നായർ എന്നാണ്. അവർക്ക് ചേച്ചിക്കൊക്കെ അതിനൊരു സീരിയസ്നെസ് ആ ഒരു ഇത് കൊടുക്കുന്നതിലുണ്ട്. പക്ഷേ എനിക്കെന്തോ അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബേബി ജനിച്ചു നെക്സ്റ്റ് മന്ത് തന്നെ നമ്മൾ ഈ കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് പേര് മാറാനുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദ M. നായർ എന്നുള്ളത് വേദ മനോജ് ആക്കി മാറ്റി കേട്ടോ, വേദ മനോജ്. അപ്പോൾ നമുക്കിപ്പോൾ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും പാസ്പോർട്ടിലും ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പോകും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചീമയുടെ പേരെന്ന് പറഞ്ഞാൽ SS ശ്രീലക്ഷ്മി എന്നായിരുന്നു.
ആദ്യം ഇട്ടിരുന്നത്. അതിപ്പോൾ അവൾക്കൊരു തലവേദനയാണ്. ഷീജ ശ്രീകുമാരൻ ശ്രീലക്ഷ്മി. അവൾ പുറത്തൊക്കെ പഠിക്കാൻ പോയപ്പോൾ അവളെ ഒരുപാട് അവിടെ ഉള്ളവർക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഷീജ ശ്രീകുമാരൻ ശ്രീലക്ഷ്മി എന്നുള്ള പേര്. 1 ഏക്കർ നീളമുണ്ട് ചീമയുടെ പേരെന്ന്. അവളുടെ ശരിക്കും പേര് ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഷീജ സർനെയിം വരുമ്പോൾ ഷീജ ശ്രീകുമാരൻ ശ്രീലക്ഷ്മി. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ പറയാൻ. അവളുടെ ഗ്രാജുവേഷൻ സെറിമണിയിലെല്ലാം നമ്മൾ ലൈവായിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിലെല്ലാം അവർ വളരെ ബുദ്ധിമുട്ടി. ഷീജ ശ്രീകുമാരൻ, ഈ ശ്രീകുമാരനും ശ്രീലക്ഷ്മിയൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം കൂടി മനസ്സിലുള്ളത് കൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് വേദ മനോജ്. അതിൽ പിന്നെ എമ്മും എസ്സും വിയും ഒന്നും അങ്ങനെ ഒന്നും ചേർക്കാണ്ട് വേദ മനോജ്. അതാകുമ്പോൾ അവൾക്ക് ഫ്യൂച്ചറിൽ പുറത്ത് പഠിക്കാൻ പോകുമ്പോഴോ പാസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സിമ്പിളാട്ടോ. അത് നമുക്ക് അവർക്കും സിമ്പിളായിട്ട് അത് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെല്ലാം അവർക്കും സിമ്പിളാണ്, നമുക്കും സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ശ്രീകുട്ടി SS എന്നാണ് എൻ്റെ പേര്. അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രീകുട്ടി, ഷീജ, ശ്രീകുമാരൻ ഇതൊന്നുമില്ല കേട്ടോ വേദയുടെ പേരിന്. അതുകൊണ്ടാണ് വേദ മനോജ് എന്നൊരു പേരിട്ടതും നായറിനെ മാറ്റിയിട്ട് വേദ മനോജ് എന്നൊരു പേരാക്കിയത് കേട്ടോ. അങ്ങനെ വേദ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞ് ജനിക്കുന്നു. ഹെൽത്തി ബേബി. 2.28 kg എന്തോ വെയിറ്റ് ഉണ്ട്. വൊമിറ്റിംഗ് ആയിരുന്നെങ്കിൽ തന്നെയും ബേബി വെയിറ്റ് ഉണ്ട്. ആവശ്യത്തിന് വേണ്ട വെയിറ്റും ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ ഹാപ്പി. എല്ലാവരും ഭയങ്കര ഹാപ്പി. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ കിട്ടി. അതിലെല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു ആണ്. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും അച്ഛൻ കൊണ്ടുവന്ന്, ഏട്ടൻ്റെ അച്ഛൻ കൊണ്ടുവന്നു. ഇങ്ങനെ വേദ ഫുൾ മൂടിയല്ലേ നമുക്ക് കുഞ്ഞിന് തരുന്നത്. അപ്പം നമ്മുടെ വയറിൽ കിടന്ന ചൂടെല്ലാം തട്ടി വളർന്ന് വന്ന കുട്ടിയല്ലേ 10 മാസം. പെട്ടെന്ന് അച്ഛൻ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഈ ഫാനിൻ്റെ താഴെ ചൂടെടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവച്ചു കേട്ടോ. അത് ഈ ഫാനിൻ്റെ കാറ്റല്ലേ ഭയങ്കര ഡയറക്റ്റ് അടുത്ത കറക്റ്റ് താഴെ കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് പാൽ കുടിക്കാൻ എണീക്കുന്നില്ല, ഒന്നും ഒട്ടും ആക്റ്റീവ് അല്ല കേട്ടോ. എഴുന്നേൽക്കുന്നതിൽ ഭയങ്കര ഉറക്കം. അങ്ങനെ കാണിച്ചപ്പോൾ കുഞ്ഞിന് എന്തോ ഈ ഫാനിൻ്റെ താഴെ വെച്ചതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. പെട്ടെന്ന് അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ നഴ്സറി ഉണ്ടല്ലോ NICUലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ചെറിയ മഞ്ഞയുടെ ചെറിയൊരു ഇതുകൊണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട പോലെ ഞാൻ വെയിൽ കാണിച്ചതുപോലെ വേറെ ആരും കാണിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഒരു 10 മണി തൊട്ട് 11 മണി വരെ അടിപൊളി സെറ്റ് വെയിലുണ്ടല്ലോ. ഡയറക്റ്റ് വയറിൽ അടിച്ച് വയറ് കരിഞ്ഞു പോകുന്ന രീതിയിലെ വെയിലാണ് ഞാൻ കൊണ്ടത്. എന്നിട്ടും ബേബിക്ക് മഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബേബീസിനെയൊക്കെ വയ്ക്കാറില്ല, അതുപോലെ വേദയ്ക്കും വലിയ രീതിയിലില്ല, ചെറിയ രീതിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് വേദയും കുറച്ച് ഒരു 2 ദിവസം എന്തോ NICUയിൽ വെച്ചിരുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേദ ഓക്കെ ആയി. റൂമിലേക്ക് മാറ്റി. ബ്രസ്റ്റ് ഫീഡിങ് തന്നെയായിരുന്നു 2.5 വയസ്സ് വരെ. 2 വയസ്സ് വരെ എന്തോ കേട്ടോ. കറക്റ്റ് 2 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ബ്രസ്റ്റ് ഫീഡിങ് എല്ലാം നിർത്തി. അപ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹെൽത്തി ബേബി ആയിട്ട് വേദ എന്നോടൊപ്പം നിൽക്കുകയാണ്. ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഞാൻ എന്നെക്കാട്ടി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് വേദ എന്ന് പറയുന്നത്. അത് ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ എൻ്റെ വേദയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് ഉണ്ട്, ഇങ്ങനെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നാളെ വേദ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, കാണിക്കുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ചിലരങ്ങനെ പറയാറുണ്ട്, നമുക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും വേണ്ടി ജീവിക്കരുത് എന്നൊക്കെ. പക്ഷേ എന്തോ എനിക്കതിന് മനസ്സ് വരില്ല. ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ വേദയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കഷ്ടപ്പാടുകളെല്ലാം ഇപ്പം ഞാനായാലും ഏട്ടനായാലും എല്ലാവരും വേദയ്ക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അവളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുക, അവളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം കേട്ടോ. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് വേദ വന്നതോടുകൂടി. പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓക്കെ. അമ്മയും ചീമയൊക്കെ വേദയെ കാണാനും ഒക്കെ വരുമായിരുന്നു. അച്ഛന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അവർ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പതിയെ ഞാൻ അങ്ങോട്ടൊക്കെ പോയി പിന്നെ അമ്മയും അനിയത്തിയൊക്കെ വരുമായിരുന്നു. അതിലൊന്നും വേറെ ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ചെറിയൊരു വിഷമമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ എൻ്റെ അച്ഛന് വേദ എന്ന് പറഞ്ഞാൽ വേദ കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛനായാലും അമ്മയ്ക്കായാലും വേറെ ആരും കേട്ടോ. അവരും ഇനി അച്ഛൻ പറയുന്നത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അച്ഛൻ പറയുന്നത് കേട്ടോ.
അവളോടൊരു പ്രത്യേക സ്നേഹവും കാര്യവും ഒക്കെ. നമുക്ക് ഇപ്പം ദീപ ചേച്ചിക്ക് മക്കളില്ല, ഞാനത് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ദീപ ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ദീപ ചേച്ചിയുടെ മക്കൾ എവിടെയെന്ന് പറഞ്ഞിട്ട്. ചേച്ചിക്ക് മക്കളില്ല. അപ്പം നമ്മുടെ ഏട്ടൻ്റെ വീട്ടിലായാലും ഒരു ചെല്ലക്കുട്ടിയാണ്, എൻ്റെ വീട്ടിലായാലും ഒരു ചെല്ലക്കുട്ടിയാണ് വേദ. നമുക്കെല്ലാവർക്കും കൂടെ ഉള്ളൊരു സ്വത്താണ് വേദ എന്ന് പറയുന്നത്. എന്താ പറയുക, ഞാൻ അങ്ങനെ ഭയങ്കര ചെല്ലമായിട്ടിട്ട് പഠിപ്പിച്ച് വളർത്തി വഷളാക്കി അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടിക്കേണ്ട സ്ഥലത്ത് ഞാൻ അടി കൊടുക്കും. അത് വേറൊന്നിനുമില്ല, പഠിക്കാത്ത കാര്യത്തിനാണ് അടി മാത്രം കൊടുക്കുന്നത്. പക്ഷെ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയും. വേദൊരു സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ പോലും അത്രയും ചെല്ലോ കാര്യങ്ങളോ, പിന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുകയാണ്, അത് ആവശ്യമുള്ള സാധനമാണ് എന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിക്കൊടുക്കും. അല്ലാതെ അനാവശ്യമായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഭയങ്കര ചെല്ലത്തിന് വളർത്തുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ വേദ ഒരു സിംഗിൾ ചൈൽഡ് മതിയോ എന്ന് ചോദിച്ചാൽ എനിക്കതാണ് ഇഷ്ടം. ചിലരൊക്കെ പറയും അങ്ങനെയല്ല, വേദയ്ക്കൊരു കൂട്ട്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറയാൻ എനിക്ക് ചീമയുണ്ട്. അതുപോലെ വേദയ്ക്ക് പറയാനും ഒരാൾ വേണ്ടേ, വേദയ്ക്കൊരു കൂട്ട്. വേദയ്ക്ക് അതിലൊരു വിഷമവും ഇല്ല കേട്ടോ. ഒരാൾ അവൾക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ചോദിക്കാറില്ല. എങ്ങാനും ആരെങ്കിലും ചോദിച്ചാലും അപ്പം കള്ളിക്കാട് അമ്മയൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഒരാളൂടെ വേണ്ടേടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വേണ്ട എന്ന് തന്നെ പറയും. കാരണം അവൾക്കും അതിൽ വിഷമമില്ല. അങ്ങനെ ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടില്ല, അവൾക്ക് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം കൊടുത്തിട്ടില്ല. എനിക്കെന്തോ നമുക്കുള്ളതെല്ലാം വേദയ്ക്ക്, നമുക്കുള്ള സ്നേഹം എല്ലാം വേദയ്ക്ക്. അതിലിനി ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം അങ്ങനെയില്ല. എല്ലായിടത്തും രണ്ട് മക്കൾക്കും ഒരേ സ്നേഹമായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ എനിക്കുള്ള തോന്നിട്ട് ചിലപ്പോൾ ഒരു കുട്ടിയുടെ വന്നാൽ ആ സ്നേഹം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും, എൻ്റെ മനസ്സിൽ തോന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞത്, രണ്ടായിട്ട് കൊടുക്കേണ്ടി വരും, ഷെയർ ചെയ്യേണ്ടി വരും. ഇല്ല, ഷെയർ ചെയ്യാം 100% നമുക്കുള്ളതെല്ലാം, ഉള്ളിലുള്ളതായാലും നമുക്കുള്ളതായാലും എല്ലാം അതൊരാൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം മതി എന്നുള്ളൊരു തോട്ടാണ് എൻ്റെ ചിന്ത. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കും ഒരേ സ്നേഹം എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു കുട്ടിയുടെ ആയാലും ആ കുട്ടിക്കായിരിക്കും വേദയെക്കാട്ടി സ്നേഹം തോന്നുന്നത്, കൊടുക്കുന്നത് എന്നൊക്കെ വേദയ്ക്ക് തോന്നിയാലോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്താലോ എന്നൊക്കെ ഉള്ളൊരു ഇതാട്ടോ എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഒരു സിംഗിൾ ചൈൽഡ് വേദ മാത്രം മതി. ഒരാൾ ആരായാലും, അത് പണ്ട് മുതലേ ഉള്ളൊരു തീരുമാനമായിരുന്നു. ഗേളായാലും ബോയ് ആയാലും ഒരേ ഒരാൾ മതി. അതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞാനായാലും ഏട്ടനായാലും ഹാപ്പിയാണ്. ഒന്നും മതിയല്ലോ ദൈവമേ, ഒരാളും മതിയല്ലോ. പറഞ്ഞതേ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ഏകദേശമൊക്കെ കഴിയാറായിട്ടോ. ഷോപ്പിംഗ് ഒന്നുമില്ല, ജസ്റ്റ് വന്നു വെറുതെ ജാക്കറ്റ് ഇട്ട് നോക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയില്ലേ ട്രക്കിംഗ് ബാഗ് ട്രാവൽ ബാഗ് നോക്കുന്നു, വേദയ്ക്ക് ഷൂസ് നോക്കുന്നു, അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. നോക്കൽ മാത്രമേ ഉള്ളൂ, ഒന്നും വാങ്ങിയില്ല. സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റിപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞേട്ടാ ലുലുലൊന്ന് പോകാം. അപ്പോൾ ഏട്ടാ ചോദിച്ചാൽ എന്തിനാ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ശരി എങ്കിൽ പോവാന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയിട്ട് വീട്ടിലെ ചോറൊക്കെ വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അന്ന് വെറുതെ ലുലുവും കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഒരു സാധനവും വാങ്ങിയില്ലെങ്കിലും സാധനങ്ങളെല്ലാം നോക്കി ഒരു സമയമായിട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ നേരമായപ്പോൾ വിശപ്പടിച്ചു തുടങ്ങി. പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് അൾബൈക്കിൽ കയറിയിട്ട് മന്തിയല്ല, എന്താ മദ്ഫൂണോ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. അത് വിത്ത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കോംബോ വേദയ്ക്ക് ഒരു ക്വാർട്ടർ വാങ്ങിച്ചു കൊടുത്തു. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ, അതിൻ്റെ റൈസൊക്കെ കുറച്ച് കഴിച്ചതേ ഉള്ളൂ. പക്ഷേ 400 സംതിങ് ആയിരുന്നു GST ഉൾപ്പെടെ ഒരു ക്വാർട്ടറിന് വന്നത്. റൈസും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചിക്കൻ നല്ല വലിയ പീസ് ഒരെണ്ണവും ഒരു കുഞ്ഞു പീസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നതായിട്ട് എനിക്ക് തോന്നി. ടേസ്റ്റ് വൈസും ഒക്കെ ആയിരുന്നു. ഈ മദ്ഫൂൺ റൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ആസിഫ ബിരിയാണിയൊക്കെ ഇല്ലേ, ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി, അതിൻ്റെ ടേസ്റ്റ് ആട്ടോ. എനിക്ക് മന്തി റൈസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ ഈ സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിറങ്ങിയിട്ട് പുറത്തുനിന്ന് ഏട്ടനെ വാങ്ങി കഴിക്കാമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വേദക്കുട്ടിയുടെ ജനനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒട്ടും എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാരിയിങ്ങായി വളരെ സുഖപ്രസവം, നോർമൽ ഡെലിവറി ആയിരുന്നു. ഈ വൊമിറ്റിംഗ് മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയ സാധനം. ഛർദ്ദിച്ചിൻ്റെ പണ്ടാരം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ കഴിച്ചാൽ കുറച്ച് നേരങ്ങളിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന സ്ഥലം ഒന്ന് നമ്മുടെ ബേക്കറി ജംഗ്ഷനിലെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. രണ്ടാമത്തേത് ആര്യനാടുള്ള കോഴിത്തോരൻ. ഇത് രണ്ടുമാണ്. പിന്നെ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്നെ അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു.
അവരിങ്ങോട്ട് കാണാൻ വരുമായിരുന്നു കേട്ടോ, അമ്മയും ചീമയൊക്കെ. അപ്പോൾ വരുമ്പോൾ പാവ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരും. അമ്മ ഉണ്ടാക്കണ കപ്പയും മീൻകറിയും കഴിക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. കള്ളിക്കാട് അമ്മ ഉണ്ടാക്കുന്ന ഒരു സാധനവും എനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു കേട്ടോ. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, പക്ഷേ എന്തോ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, കഴിച്ച ഉടനെ ഛർദ്ദിക്കും. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കഴിക്കാൻ കൊതിയാവും. ഞാൻ ലേബർ റൂമിൽ കയറുന്നതിന് മുന്നേ അമ്മ മീൻകറിയും കപ്പയൊക്കെ വെച്ച് കൊണ്ട് തന്നു കേട്ടോ. പക്ഷേ അതുപോലെ ഞാൻ ഛർദ്ദിച്ചു. കഴിക്കാൻ കൊതിയുണ്ടെങ്കിലും ഛർദ്ദലിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതി തന്നെ കേട്ടോ വേദയ്ക്കും. വീട്ടിലെ ആഹാരം ഒന്നും എനിക്ക് വീട്ടിലെ ആഹാരം സത്യം പറഞ്ഞാൽ വീട്ടിലെ ആഹാരം ഒട്ടും ഞാൻ കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഛർദ്ദിക്കും. പുറത്തുനിന്ന് കഴിച്ചാൽ കുറച്ച് സമയമെങ്കിലും എൻ്റെ വയറ്റിൽ കിടക്കുമായിരുന്നു കേട്ടോ. അതേ രീതി തന്നെയാണ് വേദയ്ക്കും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ ഭക്ഷണം കൊച്ചിന് വേണ്ടേ വേണ്ട, ഇനി എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും വേണ്ടേ വേണ്ട. പുറത്തെ ഭക്ഷണമാണെങ്കിൽ വേദ കഴിക്കും കേട്ടോ. ആദ്യം ചിക്കനൊന്നും വേദ കഴിക്കില്ലായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ KFC-യിലൊക്കെ പോവും, കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. കഴിച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്ത് ഇപ്പം KFC-യും കഴിക്കുമ്പോൾ എല്ലാം കഴിക്കും കേട്ടോ. എന്തായാലും എനിക്കൊരു സ്വർണ്ണ വേദക്കുട്ടിയെ ദൈവം എനിക്ക് തന്നു. നമ്മൾ ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞു ഒരു ഫസ്റ്റ് മന്ത് കഴിയുമ്പോൾ ഡോക്ടർ ഒരു ചെക്കപ്പ് പറയും, അല്ല ബേബിയുടെ ചെക്കപ്പ് പറയും. ബേബി ഹെൽത്തി ആണോ, കേൾവിക്ക് കുഴപ്പമുണ്ടോ, കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടോ, വിഷൻ ഒക്കെ പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെക്കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലെല്ലാം വേദ പെർഫെക്റ്റ് ആയിരുന്നു. അതിപ്പോൾ ചെക്ക് ചെയ്തില്ലെങ്കിലും നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോഴും എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടി ഉണരുന്നതൊക്കെ കാണുമ്പോഴൊക്കെ നമുക്കറിയാം. പിന്നെ എങ്കിലും ഒരു സമാധാനത്തിനെല്ലാം ഓക്കെ ആണെന്ന് രീതി ഇങ്ങനെ റെഗുലർ ചെക്കപ്പ്സ്, പിന്നെ വാക്സിൻസ് കാര്യങ്ങളെല്ലാം. പിന്നെ വാക്സിനെല്ലാം ഞാൻ വേദയ്ക്ക് നമ്മൾ കൂടിയ വാക്സിനാട്ടോ എടുത്തത്. നല്ല എമൗണ്ട് വരുന്ന വാക്സിൻ ഉണ്ടല്ലോ. ഫസ്റ്റ് ബേബി നമുക്ക് ആർക്കും അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ കൂടിയ വാക്സിനുണ്ട്, കുറഞ്ഞ വാക്സിനുണ്ട്. കൂടിയതാകുമ്പോൾ കുഞ്ഞിന് വേദനിക്കില്ല, പനി വരില്ല. പക്ഷേ സത്യം കേട്ടോ, വലിയ വേദനയോ പെയിനോ അങ്ങനെയൊന്നും വേദയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ളത് ഈ കുറഞ്ഞ വാക്സിൻ ഉണ്ടല്ലോ, അതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളും ഒരു ബേബിയുടെ മദറോ ഫാദറോ ഒക്കെ ആണെങ്കിൽ ഈ കുറഞ്ഞ വാക്സിനാണ്, എൻ്റെ ഒരു അറിവാണ്. എത്രത്തോളം ശരിയാണെന്നറിയില്ല, വിദഗ്ധരോട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുക. കുറഞ്ഞ വാക്സിൻ ആണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവാണ്. പനി വരണം എന്നാണ് പറയുന്നത്. വാക്സിൻ എടുത്ത് ഇഞ്ചക്ഷൻ എടുത്താൽ പനി വന്നാലാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വരെയും വേദയ്ക്ക് എടുത്തിട്ടുള്ളത് കൂടിയ ഇഞ്ചക്ഷനാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഇനി ഒരു 15 വയസ്സിൽ വേദയ്ക്ക് ഒരു ഇഞ്ചക്ഷനുണ്ട് വാക്സിൻ. അതും എല്ലാം അതുവരെയും വേദയ്ക്ക് ആ കൂടിയൊരു ടൈപ്പ് ഇഞ്ചക്ഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ശരിക്കും മറ്റേതായിരുന്നു ഇരുന്നത് എന്നെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്ന് നമ്മുടെ ഫസ്റ്റ് ബേബി ഏതാണ് ഒരു ഐഡിയ ഇല്ല. വേറെ കുടുംബത്തിലാർക്കും ഉടനെ പെട്ടെന്നൊരു ബേബി ഇല്ല, എല്ലാവരും ഒക്കെ വലിയ കുട്ടികളൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെറ്റർ ഇതാണെന്ന് തോന്നി, അങ്ങനെ എടുത്തു. പക്ഷേ വേദന ഉണ്ടായിരുന്നില്ല, പനി ഉണ്ടായിരുന്നില്ല. വേദന കുത്തുന്ന സമയത്ത് കുറച്ച് നേരം ഒരു ദിവസമൊക്കെ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വാക്സിൻ എടുത്തിട്ട് കാല് പോലും താഴത്ത് വയ്ക്കാതെ കരച്ചിലും ബഹളവും പനിയൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ അതുപോലെയൊന്നും വേദയ്ക്ക് വന്നിട്ടില്ല കേട്ടോ. വേദയ്ക്ക് ഈ വേദനയൊക്കെ കുറച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന കൂട്ടത്തിലാണ് അന്ന് മുതലേ. 6 മന്ത്സിലാണ് വേദയ്ക്ക് കാത് കുത്തുന്നത്. അപ്പോൾ കുത്തിയപ്പോൾ ഒന്ന് ഹീന്നാക്കിയത് തന്നെ, പിന്നെ വേദ കരങ്ങിട്ടില്ല കേട്ടോ. ഇഞ്ചക്ഷൻ എടുത്താലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കീ ആക്കണത് തന്നെ, പിന്നെ കരച്ചിലൊന്നുമില്ല. അതുകൊണ്ട് അത്യാവശ്യം വേദനയൊക്കെ സഹിക്കാൻ പറ്റുന്ന കൂട്ടത്തിലാണ് വേദ. അൽബയ്ക്കിന്ന് നമ്മൾ ഫുഡ് സാധനം വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൽ ബ്രോസ്റ്റഡ് വേദ പാഴ്സൽ എടുത്ത് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഏട്ടൻ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാഗാസി കയറി നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഹൈദരാബാദി ബിരിയാണി വാങ്ങി ഞാനും ഏട്ടനും കൂടെയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാം കേട്ടോ. ഏട്ടൻ ഈ മന്തി ബിരിയാണി പുറത്തുള്ളതൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും, അത്ര തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വേദക്കുട്ടിയെ ജനിച്ച കഥ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി എന്നോട് പ്രഗ്നൻസി സ്റ്റോറി ചോദിക്കരുത്. ഇതിലെടുത്ത് പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇത്രയൊക്കെ ഒപ്പിച്ച് പറഞ്ഞില്ലേ, ഒപ്പിച്ചല്ല, ഇത്രയും നടന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എന്നോട് ചോദിക്കരുത്, ഇനി ഞാൻ പറയത്തില്ല. ചിലപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ്, ഇനി മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അവർക്ക് വേണ്ടി ചിലപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താലായ കേട്ടോ. എന്നിട്ട് നമ്മൾ ലുലുവിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ വേദയ്ക്ക് ട്യൂഷനുണ്ട്. ട്യൂഷന് വേദയെ വിട്ടിട്ട് മാനവീയം അവിടെ വന്ന് നമ്മൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ ആരും എന്നോട് ചോദിച്ചു ശ്രീകുട്ടിയുടെ കറണ്ട് വെയിറ്റ് അടുത്ത വീഡിയോയിൽ പറയാമോ എന്ന്. 58 kg ആട്ടോ എനിക്ക് ഇപ്പോൾ ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത്.
55, 56, 54, 53 എന്നൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ട് നടന്ന ഞാൻ ഇപ്പോൾ 58ലേക്ക് നിൽക്കുകയാണ്. ഇന്ന് ആ ലുലുന്ന് ഞാനൊരു ലസ്സി വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. എൻ്റെ അമ്മ അത് കുടിച്ച സമയം മുതൽ വയറാണെങ്കിൽ എന്തോ പോലെ ഗുമ്മനെ നിൽപ്പുണ്ട് കേട്ടോ. ഫുള്ളായതുപോലെ വെറും വൃത്തികെട്ട ലസ്സിയായിരുന്നു. അവിടുത്തെ നോർത്ത് എന്തോ പറഞ്ഞൊരു കടയിൽ കേട്ടോ. നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ ലസ്സി വാങ്ങിച്ച് കുടിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? ആ ഒരു കൊതിയിൽ വാങ്ങിച്ച് കുടിച്ചതാണ്, പക്ഷെ ഒട്ടും കൊള്ളില്ലായിരുന്നു. എന്നിട്ട് ചായ പോലും വേണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ചായക്കടയിൽ വന്നപ്പോൾ ഒരു ചായ കുടിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ വന്ന് ചായ കുടിച്ചതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ലുലുവിലൊക്കെ പോകുന്ന വിശേഷം ഒന്നും കാണിക്കുന്നതല്ലേ, അതുകൊണ്ട് വെറുതെ പോയെന്നേ ഉള്ളൂ, ഒന്നും വാങ്ങിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസി സ്റ്റോറി ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിനും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആ കുട്ടി ആവശ്യപ്പെട്ടുവെങ്കിലും മറ്റുള്ളവർക്ക് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലേ. അയ്യോ, ഇപ്പോൾ എൻ്റെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സുഹൃത്തുക്കൾ പറയൂ പിന്നെ ഇവള് വലിയ സംഭവമില്ലേ ഇവളെ കഥ കേട്ടോണ്ടിരിക്കാനെന്ന്. എങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ. എത്ര പേരാ കമൻറ്റ് ചെയ്യുന്നതെന്നറിയോ, ശ്രീകുട്ടിയുടെ വീഡിയോ എന്തൊരു ആശ്വാസമാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ ഇത്രയും വലിയ സംഭവമാണോ എന്ന് ഞാൻ സ്വയം ചിന്തിച്ച് പോകുന്നുണ്ട്. പലരും പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ സ്ഥിരമായി എൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആ സാഹചര്യങ്ങളും മറ്റും ഞാനിവിടെ പറയുന്നില്ല. അതുപോലെ വേദയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിലെ നാൽപ്പാമര എണ്ണയും ഏലാതി എണ്ണയാണ് മിക്സ് ചെയ്ത് വേദയുടെ ദേഹത്ത് ഞാൻ തേക്കുന്നത്. വേദയുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറേ നേരം കൊണ്ട് ഞാനത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ അവസാനത്തെ ചോദ്യമാണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ, കുഞ്ഞല്ല ഇന്നത്തെ അത്യാവശ്യം നല്ലൊരു വലിയ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.